ഞാൻ ഇങ്ങനെ അറ്റ്മോസ്ഫിയർ നിന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതൊരു വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അറിയൊക്കെ എടുക്കുന്ന വീഡിയോ ആണ്. വീഡിയോ എടുക്കാൻ വേറെ റീസൺ ഉണ്ട്. ഞാൻ ഇന്നലെ ഞാൻ ആറ്റിങ്ങൽ ഡിപ്പോയിൽ ജോയിൻ ചെയ്ത കാര്യം വീഡിയോ എന്ന് ഇട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ ജോയിൻ ചെയ്ത് 1-ാം തീയതിയാണ്. കാരണം അത് പോസ്റ്റ് ചെയ്യാൻ അടിച്ചുള്ള സമയം കിട്ടില്ല. എന്ന് ഓഫ് കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജൂൺ 1-ാം തീയതി ഞങ്ങൾ ആറ്റിങ്ങൽ ഡിപ്പോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. KSRTC സ്വിഫ്റ്റിലെ ഈസി ആയിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത്. നേരത്തെ കൂടി ഞാനൊരു വീഡിയോ പണ്ട് ഞാൻ 2 മാസം മുന്നേ ഇട്ടുകൊണ്ട് ഞാൻ ഇവിടെ ആണെന്ന്. പക്ഷെ അതെനിക്ക് ഈസ്റ്റ് ബോട്ടിലാണ് പോസ്റ്റിംഗ് വന്നത്. അവിടെ 2 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്ത ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെയധികം സന്തോഷം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ആറ്റിങ്ങൽ ഡിപ്പോയിലെ ഏക ലേഡി ഡ്രൈവർ ഞാനാണ്. അതിന് സന്തോഷമുണ്ട്. അപ്പം ഇന്നലെ ഞാൻ 2-3 ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുത്തു. നമ്മുടെ റൂട്ട് വരുന്നത് കാപ്പിൽ HS ഫസ്റ്റ് റൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ട്രിവാൻഡ്രം ആണ്. അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഈസ്റ്റ് ബോട്ട്. പിന്നെ ഈസ്റ്റ് ബോട്ട് പോലെ വനിതാ ഡ്രൈവർ DC ഡ്രൈവർ കം കണ്ടക്ടറാണ്. DC എന്നുള്ള നിലയ്ക്കും വളരെ അഭിമാനമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ന് പറയാൻ ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങളുടെ ആറ്റിങ്ങൽ ഡിപ്പോയിലെ ATO ഷാജി സാറ് എന്നെ അവിടെ വെച്ച് കണ്ടിട്ട് വിളിച്ചു. പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ആരൊക്കെയോ വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ചാനലൊക്കെ ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് ഇടുന്നത് കണ്ടിട്ടുണ്ട്, സാർ കണ്ടു, എന്ത് വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് സമയമില്ല, ഇത്തിരി നാളത്തെ ഓട്ടത്തിൻ്റെ ഇടയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സമയമില്ലായിരുന്നു എന്ന് പറഞ്ഞു. വീഡിയോ ഞാൻ ഏതോ ഒരു വണ്ടി റൂട്ടിൽ പോയി അങ്ങനെ ചിറങ്കീഴ് വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇച്ചിരി സമയം കിട്ടും. അതിൽ പോയ സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, പോസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. സാറിന് ലൈവ് എൻ്റെ ഫോണിൽ ഞാൻ കാണിച്ചു കൊടുത്തു. പോസ്റ്റ് ചെയ്തിട്ടില്ല, സമയമില്ല. ഇനി സമയമുണ്ടല്ലോ, ധൈര്യമായിട്ട് നീ ഇട്, നിനക്ക് ബാക്ക് ബോണായിട്ട് ഞാനിവിടെ ഉണ്ട്, ധൈര്യമായിട്ട് ഇട്ടോ, ഞാനിവിടുത്തെ ATO ആണ്, അതിലിപ്പോൾ വേറെ ഒരു സപ്പോർട്ട് നിനക്ക് വേണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരൊറ്റ വാക്കിട്ടപ്പോൾ ഞാൻ അങ്ങ് ആകെ ഷോക്കായി പോയിട്ടാ. പിടിക്കുന്ന വീഡിയോസ് ഇടാമോ ഇട്ടൂടെ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഫീൽഡിൽ യൂട്യൂബറായിട്ട് നിൽക്കുന്നെങ്കിലും തന്നെ ഞാൻ വലിയ ഫേമസ് ഒന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡെയിലി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സമയമില്ലാത്തതാണ് ഇടാത്തത്. അപ്പോൾ എനിക്കിത് ഇടാമോ, ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വണ്ടി ഓടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടാത്തത്. ഇങ്ങനെ ഞാൻ അൺലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണെന്ന് പറഞ്ഞു. വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ കാണിച്ചോളൂ സാറിന്. ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല, വീഡിയോസ് എല്ലാം 2-3 എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞാൽ ഒറ്റ വാക്ക്, അതിനെന്താ വീഡിയോ ധൈര്യമായിട്ടിട്ട്, നീ ഇപ്പം ആറ്റിങ്ങൽ ഡിപ്പോയിലെ സ്റ്റാഫാണ്, നമ്മുടെ അഭിമാനമാണ്, നീ ധൈര്യമായിട്ട് നീ വീഡിയോസ് ഇട്ടോ, നിന്റെ ബാക്കിൽ ഫുൾ സപ്പോർട്ടായിട്ട് ഞാനുണ്ട് എന്നൊരു വാക്ക് കേട്ടപ്പോഴേ ഞാൻ അങ്ങ് ഷോക്കായി. ധൈര്യമായിട്ട് നീ വീഡിയോസ് ഒക്കെ ഇടണം, സമയമുണ്ട് എന്നൊക്കെ എൻ്റെ ബാക്കിൽ എനിക്കൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഷായി സാറ് പറഞ്ഞ സ്ഥിതിക്ക് വീഡിയോസ് എല്ലാം ഞാൻ ഇടാൻ വേണ്ടി നോക്കും. എനിക്ക് വീഡിയോസ് എടുത്ത് ലെവലായി ഒന്ന് സെറ്റായി വരട്ടെ, വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം.